ഗൈസ്, മഹാലക്ഷ്മിയിൽ ഇനി ശത്രുക്കൾക്ക് തിരിച്ചടികളുടെ കാലം. അതേ പ്രേക്ഷകരെ, ഇനി നമ്മുടെ ലക്ഷ്മി വെറുതെ ഇരിക്കത്തൊന്നുമില്ല. ഇനി എന്തും കേട്ടും വിശ്വസിച്ച് ഇവരുടെ ഒപ്പം നിൽക്കത്തുമില്ല. അങ്ങനെ നമ്മുടെ അച്ഛൻ പ്രതാപനും നമ്മുടെ മുത്തശ്ശിക്കും കരുണയ്ക്കും കടുത്ത മറുപടികൾ കൊടുത്തിട്ട് തന്നെ നമ്മുടെ മഹാലക്ഷ്മി ആ വീടിന്റെ പടി ഇറങ്ങുകയാട്ടോ. അപ്പൊ മഹാലക്ഷ്മി ഇങ്ങനെ കുറെ ഡയലോഗൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ മോഹിനിയും കൂടെ തുള്ളുന്നുണ്ടേ. ഈ ഒരു അച്ഛനെ നീ ഒരിക്കലും വിശ്വസിക്കരുത്. ഈ ഒരു അച്ഛൻ എന്ത് മുത്തേ പൊന്നെ പാലേ മോളെ എന്ന് എന്ത് വിളിച്ചാലും മനസ്സിനുള്ളിലത്തെ വിഷം അതിലുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹിനിയും പറയുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മിയുടെ അടുത്ത്. അപ്പൊ നമ്മുടെ മോഹിനിനെ പ്രതാപൻ ഇങ്ങനെ കാരണത്തിട്ട് അടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്റെ അമ്മയെങ്ങാനും തൊട്ടാലുണ്ടല്ലോ പിന്നെ തീക്കളി ആയിരിക്കും എന്നും പറഞ്ഞ് നമ്മുടെ മഹാലക്ഷ്മി നല്ല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണന്റെ അടുത്ത് ചെന്നിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ കണ്ണൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്, നമ്മുടെ പ്രതാപനും മുത്തശ്ശിക്കൊക്കെ എന്ത് തരത്തിലുള്ള മറുപടി ആയിരിക്കും നമ്മുടെ കണ്ണൻ കൊടുക്കാൻ പോകുന്നത്? അപ്പൊ നമ്മുടെ മുത്തശ്ശി പ്രതാപന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണൻ ഇനി അതങ്ങനെ വലിയ പോലീസ് കേസ് ആക്കോടാ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ കണ്ണൻ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് നമുക്കിനി അറിയേണ്ടത്, അല്ലേ? വെറുതെ പോലീസ് കേസിലൊക്കെ ഒതുക്കി കളഞ്ഞാൽ അത് ഭയങ്കര ചീപ്പായി പോവും. നല്ല ഗുണ്ടകളെ വെച്ച് നല്ല പൊതിരി അടി കൊടുക്കണം, അല്ലേ കൂട്ടുകാർ? എന്തായാലും നമ്മുടെ പ്രതാപൻ നന്നാവുള്ളൂ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.